നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിലെ ചില നേതാക്കൾ ഭയക്കുന്നുവെന്നാണ് ആ പാർട്ടിക്കുള്ളിലെ സംസാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കണമെന്നും MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ ഉയരുമ്പോൾ VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും K മുരളീധരനെയും പോലെയുള്ള സീനിയർ നേതാക്കൾ ആ ആവശ്യം നിരന്തരം ഉന്നയിക്കുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസിലെ ചില നേതാക്കൾ കൈക്കൊള്ളുന്നതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണി തന്നെയാണെന്നാണ് ചിലർ പറയുന്നത്. മാങ്കൂട്ടം ഈ കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ ചെയ്യുന്നുണ്ടാകാമെന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്നും MLA സ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് എഴുതി വാങ്ങണമെന്നും പല കോൺഗ്രസ് നേതാക്കളും, വനിതാ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ, AICC ഉള്ളവർ ഉൾപ്പെടെ ആവശ്യപ്പെടുമ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് വരട്ടെ നോക്കാം, അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ കോടതിയിൽ കിടക്കുകയില്ലേ, അതിലൊരു തീരുമാനമുണ്ടായിട്ട് ബാക്കി പറയാം, ഉടൻ ചാടിക്കയറി ഒരു തീരുമാനവും അക്കാര്യത്തിൽ എടുക്കുന്നില്ല എന്നാണ് ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞത്. എന്താണ് സണ്ണി ജോസഫ് അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ, വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടാകാം. ചിലർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭയമാണ്, മറ്റു ചിലർക്ക് ചില ബന്ധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനുമായുണ്ട്. ഇതെല്ലാം പുറത്തു വരുമോ എന്നുള്ള ഭീതിയാണ് പലർക്കും. അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ സൈബർ സേനയെയും ഇവർ നന്നായി ഭയക്കുന്നുണ്ട്. VD സതീശനെ പോലെ ഒരു കരുത്തനായ നേതാവിനെ പോലും അടിച്ചു നിലത്തിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും സൈബർ സൈന്യങ്ങൾക്ക് സാധിച്ചു എന്ന് മറക്കരുത്. വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് VD സതീശനെതിരെ ഉണ്ടായത്. കേക്കച്ചൻ എന്നൊക്കെ വിളിച്ച് സതീശനെ നിരന്തരം അപമാനിക്കുകയായിരുന്നു. ചില ഓൺലൈൻ ചാനലുകൾ പോലും ഇതിനായി സതീശനെ എതിർക്കുന്നവർ, എന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടവർ തുടങ്ങിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ചില ഓൺലൈനുകൾ പൈസ കൊടുത്ത് ആരംഭിച്ച് സതീശനെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം ചില ഓൺലൈനുകൾ പണം മുടക്കി തുടങ്ങി ചിലർ എന്നൊക്കെയാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന വർത്തമാനം. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല പോലുള്ള വലിയ സീനിയറായ നേതാവിനെതിരെയും വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി. K മുരളീധരനെയും എതിരെയും ഉണ്ടായി. അങ്ങനെ സീനിയറായ നേതാക്കളെ മുഴുവൻ സൈബർ അണികളെ വച്ച് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും. സതീശനും രമേശിനും മുരളീധരനുമൊന്നും മടിയിൽ കനമില്ലാത്തത് കൊണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയക്കുന്നില്ല എന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും രഹസ്യമായി പറയുന്നത്. അങ്ങനെ മടിയിൽ കനമുള്ള നേതാക്കൾ മാങ്കൂട്ടത്തിനെ നന്നായി ഭയക്കുന്നുണ്ട്. ഇവരുടെ പലരെയും രഹസ്യം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലും മടിക്കുത്തിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ പാർട്ടി പ്രതിരോധത്തിലായിട്ടും അപകടാവസ്ഥയിലായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒറ്റവരി പ്രസ്താവന നടത്താൻ സണ്ണി ജോസഫ് എന്ന KPCC അധ്യക്ഷന് കഴിയുന്നില്ല. കാരണം എവിടെയോ രാഹുലിനെ ഇവരൊക്കെ ഭയക്കുന്നുണ്ട്. അല്ലെങ്കിൽ സണ്ണി ജോസഫിന് നിർദ്ദേശം കൊടുക്കുന്ന നേതാക്കളെ രാഹുൽ കൃത്യമായി ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാണ് നമ്മളോട് പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത്. സണ്ണി ജോസഫിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം സ്വീകരിക്കാനേ കഴിയൂ. AICC തലത്തിൽ ചില നേതാക്കൾ രാഹുലിൻ്റെ മെൻറ്റർ എന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിലുമായും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവർ ആലോചിച്ചാണ് പല കാര്യങ്ങളും കേരളത്തിലെ കോൺഗ്രസിൽ നടപ്പാക്കുന്നത്. അതുകൊണ്ട് സണ്ണി ജോസഫിനൊന്നും സ്വന്തമായി ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് വീണ്ടും സണ്ണി ജോസഫ് ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യനാവുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കാനുള്ള ചില നേതാക്കളുടെ ശ്രമത്തെ എതിർക്കാൻ KPCC അധ്യക്ഷന് കഴിയുന്നില്ല എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണിയിൽ പല കോൺഗ്രസ് നേതാക്കന്മാരും വീണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ സുചിന്തിതമായ സുവ്യക്തമായൊരു നടപടി ഇപ്പോഴും ഈ പാർട്ടിക്ക് എടുക്കാൻ കഴിയാതെ പോകുന്നത്.